ഈ ഒരു സീസണിലാണ് നമ്മളെ വീട്ടിൽ മുട്ടപ്പഴം ഉണ്ടാവുന്നത്. ഈ സീസണിൽ മാത്രമല്ല, ഇതിപ്പം മുട്ടപ്പഴം ഉണ്ടാകുന്ന ഒരു സീസണാണ്. അപ്പോൾ ഇത് പച്ചയാണ്, പഴുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വീണിട്ടുണ്ടാവും. വീണതല്ലാതെ മൂത്ത് കിടക്കുന്നുണ്ടാവും, മഞ്ഞ കളറായിട്ട് മുകളിലെല്ലാം മൂത്ത് കിടക്കുന്നുണ്ടാവും. അത് പറിച്ചിട്ട് 2 ദിവസം വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായി പഴുത്തൊടയും. ഇതിങ്ങനെ പഴുത്തത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും രസവും ഉണ്ടാവില്ല. ഓരോരാൾക്ക് ഇഷ്ടമുണ്ടാവും, പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അത് കാരണം ഞാൻ ഷെയ്ക്ക് അടിച്ചിട്ടാണ് കുടിക്കാറുള്ളത്. വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും പിന്നെ പ്രോട്ടീനെല്ലാം ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണിത്. പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ഒക്കെ വളരെ നല്ലതാണിത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത് കാരണം വിഷമുള്ള സാധനമാണ് എന്നുള്ള പേടിയും വേണ്ട, ധൈര്യത്തിൽ കഴിക്കുകയും ചെയ്യുക. ഇതുപോലെ ജ്യൂസോ ഷെയ്ക്കോ എല്ലാം ആക്കിയിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് പഴുത്തത് മാത്രം ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അത് കാരണമാണ് ഞാൻ ഇതുപോലെ ജ്യൂസ് അടിച്ച് കഴിക്കുന്നത്. ജ്യൂസ് അടിച്ചിട്ട് കഴിക്കുന്നതാണെങ്കിൽ നമ്മുടെ കണ്ണൂർ കോക്ടെയിലിനെ വെല്ലുന്ന സാധനമാണ് ഇത് കേട്ടോ. ശരിക്കും ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് നട്ട്സെല്ലാം ഇട്ടിട്ട് കഴിക്കുന്നതാണെങ്കിൽ അടിപൊളിയായി.